so. No, 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 I don't think so. No, 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 it's never, ever, 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 ever gonna happen. Hey guys, welcome back to my YouTube channel. അപ്പോൾ തമ്മിൽ കണ്ട പോലെ നമ്മൾ ബാംഗ്ലൂർ ടു ഭോപ്പാൽ, പിന്നെ ഭോപ്പാലിലെ കുറച്ച് സൈറ്റ് സീയിങ് അതിനൊക്കെ ആയിട്ട് വന്നതാണ്. ബേസിക്കലി നമ്മൾ ഭോപ്പാൽ വന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾക്കൊരു 2 ദിവസം മുന്നേ എത്തി. കാര്യം സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് കരുതിയിട്ട് ഞാൻ വലിയാർത്തി ഇതൊക്കെ എടുക്കാൻ നോക്കിയതാണ്, പക്ഷെ പറ്റിയില്ല. എൻ്റെ തന്നെ പെട്ടിയായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി എയർപോർട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ലഞ്ച് മാത്രം ഇനിയും കഴിക്കാമെന്ന് ഓർത്തു. നമ്മൾ കുറേ യൂട്യൂബിലൊക്കെ തപ്പി ഹക്കീം എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ടായിരുന്നു, അടിപൊളിയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് കയറിയതാണ്. നമ്മൾ ഓർഡർ ചെയ്തത് റൊട്ടി, പിന്നെ മട്ടൻ രോഗൻ ജോഷ്, ചിക്കൻ ബിരിയാണി ഇതൊക്കെയായിരുന്നു. ഭയങ്കര ഒരു ഫെയിൽഡ് ഫുഡ് ട്രയലായിരുന്നു. ഭോപ്പാൽ വന്നിറങ്ങിയ ആദ്യത്തെ ഫുഡ് തന്നെ കുളത്തിലായിരുന്നു ഗൈസ്. ഇപ്പം നമ്മൾ DB മോളിൽ പോയി. എനിക്ക് അത്യാവശ്യം പർച്ചേസ് ഉണ്ട്. എനിക്കൊരു കല്യാണം ഉണ്ട്. ആക്ച്വലി അതിനാണല്ലോ വന്നത് നമ്മൾ. നമ്മൾ ഒരു സ്റ്റോപ്പിൽ കയറിയിട്ട് ഒരു കുർത്തി വാങ്ങിച്ചു. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഒരു വൻ വിഹാർ നാഷണൽ പാർക്കാണ്. അവിടെ ഇങ്ങനെ വൈകിട്ട് സൈക്ലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഭയങ്കര പൊല്യൂഷൻ ആട്ടോ. അവിടെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മഞ്ഞാണ്, പക്ഷെ അല്ല, ഇത് മഞ്ഞാണോ അതോ മഞ്ഞല്ല. ഇവിടെ ഇങ്ങനെയാണെ അപ്പോൾ ഡൽഹിയിലൊക്കെ എന്തായിരിക്കും? നമ്മൾ ചുമ്മാ എയർ ക്വാളിറ്റി ബാംഗ്ലൂരിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഹാഫേ ഉള്ളൂ. പുവർ ക്വാളിറ്റി ആണെന്നാണ് പറയുന്നത്. അതറിയാനുണ്ട്, നമുക്കറിയാം. നമ്മുടെ മൂക്കൊക്കെ ഭയങ്കരമായിട്ട് ഒരു പിടുത്തമുണ്ട്. നമ്മൾ DB സിറ്റി മോളിൽ നിന്ന് ഒരു ഊബർ എടുത്തിട്ട് ഇപ്പോൾ വൻ വിഹാർ നാഷണൽ പാർക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കവിടെ സൈക്കിൾ എടുത്ത് നമുക്ക് സൈറ്റ് സീയിങ് ചെയ്യാൻ പറ്റും. Bhopal is known as city of lakes. Big lake. ഇതാണെന്ന് തോന്നുന്നു അപ്പർ ലേക്ക്, if I'm not wrong. Bhopal is known as city of lakes. Good. Man-made lakes ആണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗൂഗിളിൽ ഞാൻ അങ്ങനെ എന്തോ കണ്ടത്. I'm not sure. എങ്ങനെ ഉണ്ടാക്കാനാ? വെള്ളം ബക്കറ്റിൽ കൊണ്ടുവന്ന് ഒഴിക്കും. ഓക്കെ ഗായ്സ്, ഞങ്ങളിവിടെ വൻ വിഹാർ നാഷണൽ പാർക്കിൻ്റെ അവിടെ എത്തി. ഓട്ടോ ചേട്ടൻ പറഞ്ഞത് ഇതിലേക്കൂടെ അങ്ങോട്ട് അകത്ത് കയറാം, അകത്ത് കയറി കഴിഞ്ഞാൽ സൈക്കിൾ കിട്ടും എന്നൊക്കെയാണ്. അപ്പം നമ്മൾ സൈക്കിൾ ചവിട്ടി എൻറ്റയർ പാർക്ക് എക്സ്പ്ലോർ ചെയ്യാനാണ് പ്ലാൻ. പക്ഷേ സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് വർഷങ്ങളായിട്ട് പരിപ്പിളകാൻ ചാൻസ് ഉണ്ട്. അതാ ചേട്ടൻ പറയാതെ പറഞ്ഞു. ഇവിടെ ഓട്ടോക്കാരും ഭയങ്കര ആക്റ്റീവാണ് അതിനകത്ത് കറങ്ങാൻ കൊണ്ടുപോകാൻ. പക്ഷെ ഞങ്ങൾ അത്ര റിസ്ക് ഒന്നും എടുക്കുന്നില്ല. ഞാനും ഇവരുടെ പോലെയാണ് ഗൈസ് ഡ്രസ്സ് ചെയ്യുന്നത്. എൻ്റെ പൂനെയിലും ഇങ്ങനെയായിരുന്നു. അവർ രാവിലെ ഒരു ജാക്കറ്റ് കയറി കഴിഞ്ഞാൽ രാത്രി വരെ ആ ജാക്കറ്റ് കാണും. അങ്ങനെ തന്നെയായിരുന്നു ഞാൻ അവിടെ ജീവിച്ചത്. ഇവിടെ വന്നപ്പോൾ സെയിം. നമ്മളിപ്പോൾ സൈക്കിൾ എടുത്തു. 1 ഹവറിലേക്ക് പെർ ഹെഡ് 40 rupees അങ്ങനെയാണ്. നമ്മൾ 2 സൈക്കിൾ എടുത്തു. സൈക്കിൾ എടുക്കണ സ്ഥലത്ത് നിൽക്കുക. നല്ല സൈക്കിളൊക്കെ ആൾക്കാർ നേരത്തെ വന്ന് കൊണ്ടുപോയി തോന്നുന്നു.
നമുക്ക് സൈക്കിളൊക്കെ കിട്ടി. പൊട്ട സൈക്കിളായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ വോയിസ് ഓവർ ഞാൻ എടുത്തപ്പോഴാണ് മനസ്സിലായത് ഞാൻ സ്റ്റാൻഡ് കെട്ടാതെയാണ് വീഡിയോ എടുത്തതെന്ന്. ഗൈസ് ലൈവ് ഇവരെന്തിനാണ് ഗൈസ് സെപ്പറേറ്റ് ഇട്ടേക്കുന്നത്? ഇവർ തമ്മിൽ എന്തോ സംസാരിക്കുകയാണ്. कितना सुंदर है, स्लोथ बियर. ഈ സാധനം എന്തിനാ ഇങ്ങനെ തലയാട്ടുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞു തരാമോ? ശരിക്കും ഇതിനെന്താണ് ഗൈസ് കുഴപ്പം? അതോ ഇവരിങ്ങനെയാണോ? ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ഞങ്ങളൊരു ഷോട്ട് എടുക്കാനായിട്ട് കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കുക. പക്ഷേ ആ ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അവിടെ ഭയങ്കര കുറേ ആൾക്കാർ, എനിക്കൊന്ന് സൺ ഈ സൈഡിൽ നിന്ന് വരുന്നതുകൊണ്ട് ആൾക്കാരെല്ലാം അവിടെ നിൽക്കുകയാണ്. പക്ഷെ നല്ല രസമുണ്ട്. പാർക്കിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ വിൻഡ് എന്ന് പറഞ്ഞിട്ടൊരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടുത്തെ വ്യൂ ആണ് ഇത്. ഭയങ്കര ഭംഗി എന്ന് വെച്ചാൽ ഒരു സൈഡിൽ സൺസെറ്റ് കാണാം, പിന്നെ ഇങ്ങനെ ഫ്രണ്ടിൽ ആ ലേക്ക് കാണാം. ഭയങ്കര അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി കുറച്ചങ്ങോട്ട് നടന്നു. സൺസെറ്റൊക്കെ ആയി, ലൈക്ക് തീരാറായി. നമ്മൾ കുറച്ചങ്ങോട്ട് ഇറങ്ങി നടന്നു. തിരിച്ചു പോവാനായിട്ട് തുടങ്ങുമായിരുന്നു. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഭയങ്കര ക്രൗഡുള്ള ഒരു സ്ഥലം. വൈകിട്ടായപ്പോഴത്തേക്ക് എല്ലാവരും വെളിയിലൊക്കെ വന്നു. പിന്നെ ഈ കാണുന്ന ലേക്കിൽ ഇപ്പം നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ കുറച്ച് ക്രൗഡ് കാണുന്നില്ലേ, അവിടെ ബോട്ടിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് ആക്ച്വലി ആൾക്കാർ ബോട്ടിങ്ങിന് പോകുന്ന സ്ഥലമാണ്. ഇതെപ്പോഴാണോ എന്തോ ക്ലോസ് ചെയ്യുന്നത്? ഇരുട്ടാവുമ്പോൾ ഇവർ നിർത്തുമായിരിക്കും അല്ലേ? ബോട്ടിന്റെ എല്ലാം ഹെഡ്ലൈറ്റ് ഓൺ ആക്കും. പിന്നെ ആയിരിക്കുമല്ലേ റേസ് തുടങ്ങുന്നേ? ഓക്കെ, കമോൺ. നമ്മൾ അങ്ങോട്ട് നടന്നപ്പോൾ ഒരു ചെറിയ ബാൻഡിൻ്റെ ഒരു പെർഫോമൻസ് കണ്ടു. അത്യാവശ്യം നല്ലോണം പാടുന്നുണ്ട് പുള്ളി. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ടായപ്പോൾ ഇങ്ങനെ ഹാങ് ഔട്ട് ചെയ്യാൻ വന്നവരൊക്കെ ഇങ്ങനെ അത് കണ്ട് നിൽക്കുന്നു, വീഡിയോ എടുക്കുന്നു. ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. നമ്മളും അത് കാണാനായിട്ട് ഇങ്ങനെ വന്നു നിന്നു. നല്ല രസമുണ്ടായിരുന്നു വൈകിട്ട് ആ സൺസെറ്റിൻ്റെ സമയത്ത്. ആൾക്കാരെല്ലാവരും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് ഈ പുള്ളിക്കാരി വിളിച്ചു പറഞ്ഞു അവർക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം, അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്നൊക്കെ. അപ്പോൾ അയാൾ ഇവർക്ക് വേണ്ടി പാട്ട് പാടുക, ഇവർ ഡാൻസ് കളിക്കുക, നല്ലോണം എൻജോയ് ചെയ്തു. ഇവർ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. രാത്രിയായപ്പോൾ ഈ ലേക്കിൻ്റെ അവിടെ ഇങ്ങനെയായിരുന്നു, കുറേ ലൈറ്റ്സ് ഇട്ടിട്ട് രസമുണ്ടായിരുന്നു. ബോട്ടിങ് അപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു. ഒരു ബോട്ടിന് 200 രൂപ വെച്ചിട്ടെന്തോ. നമ്മൾ ബോട്ട് എടുത്തില്ല, നമ്മൾ തിരിച്ചൊരു ഊബർ എടുത്ത് റൂമിൽ പോയി റെസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തു. ഞങ്ങൾ വൻവിഹാറൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ വന്നു, ഒന്ന് റെസ്റ്റ് എടുത്തു. എന്നിട്ട് ഇപ്പോൾ ഡിന്നർ കഴിക്കാൻ മനോഹർ ഡയറിയിലോട്ട് പോവാണ്. കഴിക്കാൻ മനോഹർ ഡയറിക്ക് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിൽ വന്നാൽ ഇവിടുത്തെ ഒരു അത്യാവശ്യം പോപ്പുലറാണ്. കുറേ സ്വീറ്റ്സൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ ഡൈനിങ്ങുണ്ട്. ഇവിടുത്തെ ചോല ഭട്ടൂര് ഭയങ്കര ടേസ്റ്റിയാണ്. കുറേ യൂട്യൂബേഴ്സൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ദഹിപ്പൂരും ചോല ഭട്ടൂരയും ഓർഡർ ചെയ്തു. പിന്നെ ഇതൊക്കെ
മക്കറ്റി റൊട്ടി സർസോക്ക സാഗ് ആക്ച്വലി ഒരു വിന്റർ ഡിഷാണ്. വിന്ററിൽ കഴിക്കുന്ന സംഭവം നോർത്ത് ഇന്ത്യൻസ് പഞ്ചാബ് ആ സൈഡിലോട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഓർഡർ ചെയ്തില്ല. ചോല ഭട്ടൂര കഴിച്ചിട്ട് വയറുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു ഈ ചോലെ ഭട്ടൂരയും ദഹിപ്പൂരിയും. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അപ്പം നമ്മൾ ലഞ്ച് പാളിയെങ്കിലും ഡിന്നർ സൂപ്പറായിരുന്നു. പിന്നെ നമ്മൾ സർസോക്ക സാഗും ഓർഡർ ചെയ്തു, അതും കുഴപ്പമില്ലായിരുന്നു. അപ്പം നമ്മൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുവാണ്. ഇനി അടുത്തൊക്കെ കല്യാണ വിശേഷങ്ങളാണ്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, ever.